ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ അക്ഷരാർത്ഥത്തിൽ തന്നെ വിറപ്പിച്ച് അതിശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരുന്നത്. കൂറ്റൻ കെട്ടിടങ്ങൾ കടലാസ് കൊട്ടാരം പോലെ കുലുങ്ങി ജീവനും കയ്യിൽ പിടിച്ച് അലറി വിളിച്ച് ജനങ്ങൾ തെരുവിലേക്കോടുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രമുഖ വിദേശ മാധ്യമമായ ഡെയിലി മെയിൽ അടക്കം നടക്കുന്ന ഈ വൻ പ്രകൃതി ദുരന്തത്തിന്റെ വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി എത്തിയ അതിശക്തമായ ഭൂകമ്പത്തിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. വീടുകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള വൻകിട കെട്ടിടങ്ങൾ കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമി വലിയ ശബ്ദത്തോടെ കുലുങ്ങിയപ്പോൾ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി തുറസായ സ്ഥലത്തേക്ക് ഓടുകയായിരുന്നു. പലയിടത്തും റോഡുകളിൽ വിള്ളൽ വീണതായും വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറായതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നോ റിക്ടർ സ്കെയിലിൽ ഇതിന്റെ തീവ്രത എത്രയാണെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മരണസംഖ്യ 10,000 മുതൽ 1,00,000 വരെയാകാൻ സാധ്യതയുണ്ടെന്ന് US ജിയോളജിക്കൽ സർവേ ആശങ്ക പ്രകടിപ്പിച്ചു. തലസ്ഥാനമായ കാരക്കസിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 കെട്ടിടങ്ങൾ തകർന്ന് 3 പേർ മരിച്ചതായി പ്രാദേശിക മേയർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരക്കസിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും ഒരു ഹോട്ടലും പൂർണ്ണമായി തകർന്നു വീണു. നിരവധി ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. രാജ്യത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. അതിനിടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 32 പേർ മരിച്ചതായും 700 പേർക്ക് പരിക്കേറ്റതായും ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് 2 ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. ആദ്യം ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. കരീബിയൻ തീരദേശ നഗരമായ മൊറോണിന് പടിഞ്ഞാറ് ഭൂമിക്കടിയിൽ 13 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ശക്തമായ ഭൂകമ്പം ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. മൊറോൺ നഗരത്തിന് 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ മാത്രം ആഴത്തിലായിരുന്നു രണ്ടാമത്തെ പ്രഭവ കേന്ദ്രം. 1 മിനിറ്റിന്റെ ഇടവേളയിലായിരുന്നു ഈ 2 ഭൂകമ്പങ്ങളും. ഇതിന് പിന്നാലെ 20-ൽ അധികം പ്രകമ്പനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തലസ്ഥാനമായ കാരക്കസിൽ ഭൂചലനം കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചു. കെട്ടിടങ്ങൾ ശക്തമായി കുലുങ്ങിയതോടെ ജനങ്ങൾ തെരുവുകളിലേക്ക് ഓടി. നഗരത്തിലെ പല പ്രമുഖ കെട്ടിടങ്ങളുടെയും ചുവരുകൾ പൂർണ്ണമായി തകർന്നു വീണു. കാരക്കസിലെ 2 പ്രധാന ജനവാസ മേഖലകളിൽ കെട്ടിടങ്ങൾ തകർന്നതിനെ തുടർന്ന് വലിയ തോതിൽ പൊടിപടലങ്ങൾ ഉയർന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂടുതൽ നാശനഷ്ടങ്ങളും പരിക്കുകളും സംബന്ധിച്ച് വിവരങ്ങൾ അധികൃതർ ശേഖരിച്ചു വരികയാണ്. രാജ്യത്ത് സുനാമി മുന്നറിയിപ്പുണ്ട്. പ്രധാന വിമാനത്താവളമായ സൈമൺ ബൊലീവർ രാജ്യാന്തര വിമാനത്താവളം അടച്ചു.